മുഹമ്മദ് ഷമാസ്, ഏറ്റവും ഒടുവിൽ DGPയെ ലോക് ഭവനിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നു. സിസ തോമസിനെതിരായ സമരത്തിൽ അറസ്റ്റിലായ SFI നേതാക്കൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു. എന്താണ് അദ്ദേഹത്തിനുള്ള അധികാരം സർക്കാരിന് മുകളിൽ? എന്താണ് അദ്ദേഹത്തിനുള്ള അധികാരം സംസ്ഥാനത്തെ പോലീസിന് മുകളിൽ? എന്താണ് അദ്ദേഹത്തിനുള്ള അധികാരം സംസ്ഥാനത്തെ ദൈനംദിന ഭരണത്തിന് മുകളിൽ? അത് ഇവിടെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഗവർണറുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് എന്ന് ആദ്യമേ തന്നെ വ്യക്തമാക്കട്ടെ. നേരത്തെയും ഈ പറഞ്ഞ സമാനമായ രീതിയിലുള്ള പല സംഭവങ്ങളും ഉണ്ടായപ്പോൾ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ യോഗം വിളിച്ചു ചേർത്ത സമയത്ത് ഉൾപ്പെടെ കൃത്യമായ അക്കാര്യത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണ സംവിധാനം കേരളത്തിലുണ്ട്. ഈ പറഞ്ഞ ഭരണഘടനയുടെ 167 വകുപ്പ് അനുസരിച്ച് സംസ്ഥാനത്തെ ഗവർണർക്ക് ആ രീതിയിൽ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുന്നതിനോ കാര്യങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നതിനോ ഉള്ള ചട്ടം നിലനിൽക്കുന്നില്ല എന്ന് നമുക്കറിയാം. എന്നാൽ മുൻപ് സമാനമായ ചില സംഭവ വികാസങ്ങൾ മുമ്പ് പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഉൾപ്പെടെ ഇതേ അർലേക്കർ തന്നെ ഗവർണറായിരിക്കുന്ന സമയത്ത് അന്ന് DGPയുടെ ചുമതലയുണ്ടായിരുന്ന ആളെ ഉൾപ്പെടെ വിളിച്ചു വരുത്തിയ സാഹചര്യവും അദ്ദേഹം പോയ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു വശം കൂടെയുണ്ട്. ഇക്കാര്യത്തിൽ പൊതുവിൽ ഒരു നിലപാട് നേരത്തെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചും UDFനെ സംബന്ധിച്ചും ഒക്കെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ സർക്കാർ എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ ജനങ്ങളുടെ അധികാരത്തോടുകൂടി തെരഞ്ഞെടുത്ത് കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി സർക്കാർ ഭരണം നടത്തി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ എന്തെങ്കിലും പോരായ്മകളോ വീഴ്ചകളോ ഉണ്ടെങ്കിൽ അതിനകത്ത് ഗവർണർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ ആശങ്കകൾ, ചാൻസലർ ഇപ്പോൾ സിസ തോമസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചാൻസലർ എന്ന നിലയിൽ ഗവർണർക്ക് ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കാനും ആ അതൃപ്തി ഉൾപ്പെടെ അദ്ദേഹത്തിന് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കേണ്ട ഒരു രീതിയുണ്ട്. അതിനപ്പുറത്തേക്ക് DGP ഉൾപ്പെടെ നേരിട്ട് വിളിച്ച് ഈ രീതിയിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല. ഇവിടെ തലക്കെട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഗവർണർ രാജല്ല, ഈ പറഞ്ഞ സർവകലാശാല വിഷയങ്ങളിലും അക്കാദമിക് കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ ഈ ചാൻസലർ എന്ന് പറയുന്ന പദവി ഉപയോഗിച്ചുള്ള ഇടപെടലും അതിന്റെ രാഷ്ട്രീയവും അതിന്റെ അജണ്ടയും ഒക്കെ മറ്റൊരു വശം. പക്ഷെ ഭരണപരമായ കാര്യങ്ങൾ ഉൾപ്പെടെ കയറി ഇടപെടുന്ന രീതി അത് ഒരു തരത്തിലും അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നതല്ല. അതിനോട് യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതൊരിക്കലും വച്ചു ഉറപ്പിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ കഴിയുന്ന ഒന്നല്ല എന്ന നിലപാട് തന്നെയാണ് അക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പക്ഷെ അങ്ങ് പറഞ്ഞതുപോലെ ശരിയാണ്. മുൻപ് ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം DGPയെ വിളിച്ചു വരുത്താൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ സർക്കാർ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇപ്പൊ യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് വകുപ്പ് മേധാവികളെ വിളിച്ചു വരുത്തി ഇതിനു മുൻപ് ശക്തമായ സന്ദേശം നടക്കില്ല എന്നത് വളരെ വ്യക്തമായി അറിയിച്ചാൽ നിർത്താവുന്നതല്ലേ ഉള്ളൂ ഇത്? അല്ല, നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അക്കാര്യത്തിൽ കൃത്യമായി ആ സമയത്ത് ആ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം, അദ്ദേഹത്തിന്റെ തീരുമാനം ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത ഘട്ടത്തിൽ അത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ അതിനകത്തുള്ള അതൃപ്തി കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു. ഏത് തരത്തിലും ഇനി അങ്ങോട്ട് അത്തരം രീതികൾ ആവർത്തിക്കാൻ പാടില്ല എന്ന രീതിയിലേക്കുള്ള കർശനമായ ഒരു താക്കീത് തന്നെ നൽകുന്ന രീതിയിലേക്ക് തന്നെയാണ് ഈ തുടക്കത്തിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുമുണ്ട്. നേരത്തെ ഈ പറഞ്ഞ മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ചീഫ് സെക്രട്ടറിയെയും DGPയെയും വരെ ഈ പറഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിളിച്ച് സമൻസ് അയക്കുന്ന സാഹചര്യം ഉണ്ടായി. അതെങ്ങനെയാണ് പിന്നീട് ആ വിഷയം പരിഹരിച്ചത് എന്നുള്ള ഉൾപ്പെടെയുള്ള എന്താണോ ഗവർണർ ആവശ്യപ്പെട്ടത് അതേ രീതിയിൽ എന്ത് റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടത് ആ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി വഴി നൽകിയിട്ടാണ് ആ വിഷയം പരിഹരിച്ചത്. അങ്ങനെയുള്ള ഒരു വശമൊക്കെ അതിനുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പറഞ്ഞ ഏറ്റവും ഒടുവിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന അധികാര പരിധി അത്രമേൽ വിശാലമല്ല എന്നത് ചൂണ്ടിക്കാണിച്ച് കത്തയച്ചു. DGPയും ഗവർണർ ചീഫ് സെക്രട്ടറിയും DGPയെ അന്ന് ലോക് ഭവനിലേക്ക് പോയില്ല തുടങ്ങിയ കാര്യങ്ങൾ കൂടിയുണ്ട്. അങ്ങ് പറഞ്ഞത് ശരിയാണ്. പിന്നീട് അത്തരമൊരു റിപ്പോർട്ട് നൽകിയത് ശരിയാണ്. പക്ഷെ അത് ആ സമയത്തല്ല. അല്ലാതെ അതിനേതെങ്കിലും തരത്തിൽ അത് അത് തെറ്റാണ് എന്ന രീതിയിലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ കൃത്യമായ ആ കാര്യം ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഈ ഘട്ടത്തിൽ എന്താണ് അതിന്റെ ഒരു ഔദ്യോഗിക വശം എന്നറിയില്ല. DGP ഈ പറഞ്ഞ ഏത് സാഹചര്യത്തിൽ അങ്ങനെ പോയിട്ട് അതിനെ സംബന്ധിച്ച ഔദ്യോഗിക വിശദീകരണം ഏത് തരത്തിലും നമുക്ക് അങ്ങനെ ഇന്ന കാര്യത്തിനാണ് പോയെന്നോ വിശദീകരിച്ചെന്നോ ഗവർണറുടെ ഭാഗത്തുനിന്നോ മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യക്തത നമുക്ക് വന്നിട്ടില്ല. അത് കൃത്യമായി തന്നെ നേരത്തെയുള്ള സംഭവ വികാസങ്ങൾ ഉൾപ്പെടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതുപോലെ ഇക്കാര്യത്തിലും കൃത്യമായി ഗവൺമെന്റിന്റെ അഭിപ്രായം, ഗവൺമെന്റിന്റെ തീരുമാനം അത് ഏറ്റവും അടുത്ത് തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അക്കാര്യത്തിൽ ഒരു ആശങ്കയും ഈ സർക്കാരിനെ സംബന്ധിച്ച്
ഇത്തരം ഒരു നടപടിയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി അങ്ങോട്ടും അത് അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല. Debate with Madhu Saji.